ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് കേട്ടോ എനിക്ക് മെയിനായിട്ടുള്ളൊരു ഇങ്ങനെ ഫൺ പരിപാടികൾക്ക് മൊത്തം തോന്നുന്നത്. എനിക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പോഴേക്കും ആ ഒരു ഫീലിംഗ് വരാറില്ല. അപ്പം ഞാൻ നാട്ടിൽ പോയപ്പോഴേക്കും ഫാമിലീനെയൊക്കെ ഒപ്പിച്ചിട്ട് ഞങ്ങളൊരു കുഞ്ഞു ട്രിപ്പിന് പോവാണ് കേട്ടോ. ഞങ്ങളൊരു ഫാം സ്റ്റേ റിസോർട്ടിലേക്കാണ് പോണത്. കട്ടപ്പനയിലാണ് കേട്ടോ ഈ റിസോർട്ട് ഉള്ളത്. ഇനി വേണമെങ്കിൽ സ്ലൈറ്റ് ആയിട്ടൊന്ന് ചരിഞ്ഞു ഇങ്ങോട്ട്. ഇത് യൂട്യൂബർ കിച്ച. പിന്നെ ഞങ്ങൾ ചെറുതോണിയൊക്കെ എത്തി. അത് കഴിഞ്ഞു കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെയാണ് കട്ടപ്പന. നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അവിടെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജീപ്പിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്ര മൊത്തം ഓഫ് റോഡാണ് കേട്ടോ. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ബേബീസിൻ്റെ അടുത്ത് സമ്മറിൻ ബത്ലഹേമിൽ ജയറാം കൂട്ടാൻ വന്ന കഥയൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ പോലും ഇല്ല ഗൈസ്. നമ്മളിപ്പോൾ 90s അവരിപ്പോൾ ജെൻസിയുമാണല്ലോ. കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. എല്ലാവരും നല്ല വായാടീസാണ്. അപ്പോൾ എന്നോടും മമ്മിയുടെ അടുത്തും പറയായിരുന്നു ഞങ്ങൾ 90s വൈബും അവർ ഫുള്ള് യോ വൈബുമാണ്. നമ്മൾ താഴെ നിന്ന് 3 കിലോമീറ്റർ മുകളിലേക്കാണ് ഈ സ്ഥലം. അപ്പോൾ അവിടേക്കൊരു കുഞ്ഞു റോഡേ ഉള്ളൂ. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമ്മൾ പെട്ടു. ആൻഡ് ഞങ്ങൾ കറക്റ്റായിട്ട് പോയി പെട്ടു കേട്ടോ. ഫൈനലി ഞങ്ങൾ റിസോർട്ടിലെത്തി ഗൈസ്. ഇവിടെ താഴത്തെ പോലെ അല്ല കേട്ടോ. ഫുള്ള് കോടയും പിന്നെ ഡ്രസ്സിലും ആയിരുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേകതരം വൈബ് തന്നെയായിരുന്നു അവിടെ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സ്പെഷ്യലി കിഡ്സിനാട്ടോ ഇഷ്ടപ്പെട്ടെ. അവിടെ ഒരു സ്പെഷ്യൽ കുറേ അവർക്ക് വേണ്ടിയിട്ടുള്ള സർപ്രൈസസ് ഉണ്ടായിരുന്നു. കുറച്ച് ഗെയിംസ്, ATV റൈഡ്, പിന്നെ അവരുടെ ഫേവറേറ്റ് സംഭവം അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. മഴക്കാലം കൂടി ആയതുകൊണ്ട് നല്ല പൊടിമഴയും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സർപ്രൈസ്, ഓസ്ട്രിച്ചസ്. കിഡ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരും കിഡ്സിൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയായിരുന്നു. ഞാൻ യൂട്യൂബൊക്കെ കണ്ടിട്ട് കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു ഒരു ബേബീസ് ഓസ്ട്രിച്ചസിൻ്റെ അടുത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. പക്ഷേ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവർ പുറത്തേക്ക് വരുമായിരുന്നു. ഇതായിരുന്നു ബേബീസിൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് സ്പോട്ട്, ട്രാംപലിൻ. പിന്നെ ഇത് ബേബീസിൻ്റെ തേർഡ് ഫേവറേറ്റ് സ്പേസ്, സ്വിമ്മിംഗ് പൂൾ. ഇനിയും വീഡിയോസ് ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.